ഇന്ന് ട്രീസാമാരുടെ തിരുനാൾ ദിവസമാണ്. അവർക്ക് തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ പുറമെയുള്ള ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിൽ ഉടക്കി നിൽക്കാതെ അത്തരം ആചാര അനുഷ്ഠാനങ്ങളിലൂടെ വളർന്ന് നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക. തീർച്ചയായിട്ടും നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്ന കാലത്തോളം, ഇന്ദ്രിയങ്ങളുള്ള കാലത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ പള്ളി വേണം, സീക്രട്ട് ടൈം ആൻഡ് സ്പേസ് വേണം. കാരണം നമ്മൾ സമയത്തിന്റെ, സ്ഥലത്തിന്റെ പരിധിയിലും പരിമിതിയിലുമാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ അവസാനിക്കരുത്. നമുക്ക് ഇന്നത്തെ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറയാം. ഇന്ന് ഒത്തിരി പേര്, എനിക്കറിയാം, സ്പിരിച്വൽ ഫീൽഡിൽ ഒത്തിരി പേടിച്ച് ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ അങ്ങോട്ട് നോക്കാൻ പാടുണ്ടോ, ഇങ്ങോട്ട് നോക്കാൻ പാടുണ്ടോ, അവരോട് മിണ്ടാൻ പാടുണ്ടോ, ഇവരോട് മിണ്ടാൻ പാടുണ്ടോ എന്നൊക്കെ. അതൊരു ആരും ബയസ്ഡ് ഒന്നുമല്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യര് ദേ ആർ ഡ്രിവൻ ബൈ ഫിയർ. മാമോദീസായിൽ കർത്താവിന്റെ മരണോത്ഥാനങ്ങളിൽ പങ്കുപറ്റിയവരാണ് നമ്മൾ. മിശിഹായോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവർ ഭൂമിയിൽ കിടന്ന് പരതിക്കൊണ്ടിരിക്കരുത്. ഇവിടെ ഉടക്കി വീഴരുത്. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി ക്രിസ്ത്യാനികൾ മാറിപ്പോയാൽ ഇതിൽ പരം മണ്ടന്മാര് വേറെയില്ല. അതുകൊണ്ട് ഉന്നതത്തിലുള്ളവയെ തേടുവാൻ, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് വിചാരമുള്ളവരാകുവാൻ നമുക്ക് കഴിയട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 15 ബുധൻ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും, ലേഖനം കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2 അധ്യായം 20 വാക്യം മുതൽ 3 അധ്യായം 4 വാക്യം വരെ. ഇന്ന് ആവിലായിലെ അമ്മ ത്രേസ്യായുടെ തിരുനാളാണ്. സെയിൻറ്റ് തെരേസ ഓഫ് ആവില സഭയിലെ വലിയ വിശുദ്ധയാണ്. ഡോക്ടർ ഓഫ് ദ ചർച്ച്, വേദപാരംഗത എന്ന് സഭ ഏറ്റുപറയുന്ന വലിയ പ്രബോധനങ്ങൾ തിരുസഭയ്ക്ക് നൽകിയ വിശുദ്ധയാണ് ആവിലായിലെ അമ്മ ത്രേസ്യ. നമ്മൾ ഒത്തിരി പേര് ത്രേസ്യ ഉണ്ട്, ട്രീസ നാമധാരികളുണ്ട്. അപ്പോൾ ഈ പല ട്രീസായും, കൊച്ചുത്രേസ്യ ഉണ്ട്, തീർച്ചയായിട്ടും കൽക്കട്ടയിലെ മദർ തെരേസ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക തെരേസമാരും ട്രീസാമാരും അമ്മ ത്രേസ്യ ആകാനാണ് സാധ്യത. അതുകൊണ്ട് ഇന്ന് ട്രീസാമാരുടെ തിരുനാൾ ദിവസമാണ്. അവർക്ക് തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. അമ്മ ത്രേസ്യയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട വായനകളാണ് ഈ 2 വായന, യോഹന്നാന്റെ സുവിശേഷവും കൊളോസോസ് ലേഖനവും. ബൈബിൾ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ യോഹന്നാൻ സുവിശേഷം പഠിച്ചായിരുന്നു. സുവിശേഷം വ്യാഖ്യാനിച്ചു വരുന്ന കൂട്ടത്തിൽ ഞാൻ അല്പം പഠിപ്പിക്കുകയും ചെയ്തു. സുന്ദരമാണ്. യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു വെളിച്ചമുണ്ട്. അതുകൊണ്ട് അധിക താല്പര്യത്തോടെ പഠിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. എടുക്കാം, ബൈബിൾ എടുത്തു വയ്ക്കാം. നമുക്കറിയാം, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 12 അധ്യായം വരെ ദ ബുക്ക് ഓഫ് സയൻസ്, 13 അധ്യായം മുതൽ 21 അധ്യായം വരെ ദ ബുക്ക് ഓഫ് ഗ്ലോറി. അതിനെ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ 12 അധ്യായം വരെ എക്സ്റ്റേണൽ സയൻസ് ആണ്, ബാഹ്യമായ അടയാളങ്ങളിലൂടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം ഒരു ആന്തരിക രഹസ്യത്തിലേക്ക്, ഒരു ഇൻറ്റേർണൽ മിസ്റ്ററിയിലേക്ക് സുവിശേഷം മെല്ലെ പ്രവേശിക്കുകയാണ്. ഈ നമ്മൾ വായിച്ച ഭാഗമൊക്കെ ആ ഇൻറ്റേർണൽ മിസ്റ്ററിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പാലം പണിയുന്ന ഭാഗമാണ്. അതായത് ഈ ബാഹ്യമായ അടയാളങ്ങളിൽ നിന്ന് ഒരു ആന്തരിക രഹസ്യത്തിലേക്ക് പാലം പണിയുന്ന ഭാഗമാണ്. ശരിക്കും ഇന്ന് അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് വളരെ അർത്ഥവത്താണ്. കാരണം അമ്മ ത്രേസ്യ ഉള്ളിലേക്ക് യാത്ര ചെയ്ത ആളാണ്. ദൈവ സാന്നിധ്യത്തെ, ആ കമ്മ്യൂണിയനെ, കൂട്ടായ്മയെ, കർത്താവുമായുള്ള ബന്ധത്തെ ഒക്കെ ഏറെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിശുദ്ധയാണ്. ഈ ഫെയർവെൽ ഡിസ്കോഴ്സിൻ്റെ ഭാഗമാണ്, കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഈ 14 അധ്യായമൊക്കെ. ഞാൻ ഈ പറയുന്ന ടെക്നിക്കൽ ടേംസ് ഇല്ലേ, ഫെയർവെൽ ഡിസ്കോഴ്സ്, വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണിത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി എപ്പോഴെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. അതായത് ഈശോ ശിഷ്യന്മാരെ പറഞ്ഞൊരുക്കുകയാണ്, ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഈ പോകുന്നത് എന്തിനാണത്? എന്നും എല്ലാ കാലവും കൂടെ ആയിരിക്കാനാണ്. വിശുദ്ധ കുരിശിൻ്റെ അനുഭവത്തിലൂടെ കടന്ന് എല്ലാ കാലം, ഇതുവരെ ഒരു വിസിബിൾ അക്കമ്പനിമെൻ്റ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യമായ, കാണാൻ പറ്റുന്ന ഒരു സഹയാത്രികനായി ഈശോയെ മനസ്സിലാക്കിയെങ്കിൽ ഇനി ഒരു ഇൻവിസിബിൾ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അദൃശ്യമായൊരു കൂട്ടായ്മയിലേക്കുള്ള യാത്രയാണ്. അതാണ് ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ കർത്താവ് ഇവരെ, എല്ലാ കാലത്തേക്ക് ഇവരെ വിട്ട് പോവാന്നുള്ളതല്ല,
മറിച്ച് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞില്ലേ, ബാഹ്യമായ അടയാളങ്ങളിൽ നിന്ന് ഒരു ആന്തരിക രഹസ്യത്തിലേക്ക് യോഹന്നാൻ സുവിശേഷം യാത്ര ചെയ്യുന്ന ഭാഗമാണ് ഈ 14 അധ്യായമൊക്കെ. ഇപ്പോൾ 14 അധ്യായം 18 വാക്യം തൊട്ട് 24 വാക്യം വരെ ശ്രദ്ധയോടെ ഇരുന്ന് വായിക്കണേ. ഒരു 3 കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, 3 കാര്യങ്ങളും കുറിച്ച് വെച്ചോ. അത് ഈ 14 അധ്യായം 15 തൊട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ഒന്ന്, ഹോളി സ്പിരിറ്റ്, റോൾ ഓഫ് ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ത്രിത്വവുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച്. അതാണ് നിങ്ങൾ അടയാളപ്പെടുത്തിക്കോ. 23 വാക്യത്തിൻ്റെ 2 ഭാഗമില്ലേ, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതായത് ത്രിത്വവുമായി നമ്മൾ കൂട്ടായ്മയിലാകുകയാണ്. നമ്മൾ ത്രിത്വത്തിൽ ലയിക്കുന്നു, ത്രിത്വം നമ്മളിലേക്ക് ചേരുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അപ്പോൾ ഒന്നാമത്തത് പരിശുദ്ധാത്മാവ്, 2 ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ. മൂന്നാമത് ഇവിടെ ഒരു ആശയം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് അനുസരണവും സ്നേഹവുമായുള്ള അഭേദ്യ ബന്ധമാണ്. ഇതൊരു പ്രോപ്പർലി ലിങ്ക്ഡ് ആൻഡ് കണക്റ്റഡ് ആണ്. ഒബീഡിയൻസ് ആൻഡ് ലവ്. ഈശോ ഇവിടെ പല പ്രാവശ്യം അത് പറയുന്നുണ്ട്. 21 വാക്യം വായിച്ചേ, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്, പാലിക്കുന്നത് സ്നേഹമാണെന്ന്. അടുത്തത് 23 വാക്യം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ അനുസരണവും സ്നേഹവുമായുള്ള അഭേദ്യമായ ബന്ധം. അപ്പോൾ ഈ ബന്ധത്തിലൂടെയാണ്, അനുസരിച്ച കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ സ്നേഹം ഏറ്റുപറഞ്ഞ് ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്. ആ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ വീണ്ടും വെളിപ്പെടുന്ന ഭാഗമാണ്. 20 വാക്യം വായിച്ചേ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഇതാണ് ഈ മ്യൂച്വൽ ഡ്വെല്ലിംഗ് എന്ന് പറയും. ഒരാളിൽ മറ്റൊരാളുണ്ട്. പുത്രൻ പിതാവിലാണ്, പുത്രൻ പിതാവിലാണ്, പുത്രൻ നമ്മോടൊപ്പമുണ്ട്, നമ്മൾ പുത്രനോട് കൂടെയാണ്. അഭേദ്യമാം വിധമുള്ള കൂട്ടായ്മ. അതാണ് അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര ഹർമ്മ്യം എന്ന് കേട്ടിട്ടില്ലേ? ആഭ്യന്തര ഹർമ്മ്യം, ഇൻറ്റീരിയർ കാസിൽ എന്ന ക്ലാസിക്കൽ ബുക്ക്. അതിനകത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വലിയ കൊട്ടാരം, ഒരു വലിയ പാലസ്, ആ പാലസിന് 7 മാൻഷൻസ്, 7 അറകളെന്ന് മനസ്സിലാക്കാം. 7 അറകളുണ്ട്. ഏറ്റവും പുറത്തുള്ള അറയെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ആണ്. ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ 7ാമത്തെ ഘട്ടമാണ് കർത്താവിൽ പൂർണ്ണമായി ലയിക്കുന്ന അനുഭവം. അമ്മ ത്രേസ്യ അത്തരമൊരു കമ്മ്യൂണിയനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കും ആഗ്രഹിക്കാം കേവലം അതായത് അമ്മ ത്രേസ്യയുടെ പഠിപ്പീരിൻ്റെ ഒക്കെ കോറ് ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമാണല്ലോ വിശുദ്ധരുടെ ജീവിതം. ഞങ്ങൾ പ്രസംഗങ്ങളിലൂടെയൊക്കെ ഞാനൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ജീവിതം കൊണ്ട് സുവിശേഷത്തെ വ്യാഖ്യാനിച്ച് തരുന്നവരാണ് വിശുദ്ധർ. അപ്പോൾ അമ്മ ത്രേസ്യ നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്ന കാര്യം ഇതാണ്: ഈ പുറമെയുള്ള ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിൽ ഉടക്കി നിൽക്കാതെ അത്തരം ആചാര അനുഷ്ഠാനങ്ങളിലൂടെ വളർന്ന് നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക, ആ ഘട്ടത്തിലേക്ക് എത്തണം. അതാണ് പൗലോസ് ശ്ലീഹായൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിഞ്ഞുകൂടെ? തീർച്ചയായിട്ടും നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്ന കാലത്തോളം, ഇന്ദ്രിയങ്ങളുള്ള കാലത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ പള്ളി വേണം, സീക്രട്ട് ടൈം ആൻഡ് സ്പേസ് വേണം. കാരണം നമ്മൾ സമയത്തിൻ്റെ, സ്ഥലത്തിൻ്റെ പരിധിയിലും പരിമിതിയിലുമാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇത് ആവശ്യമുണ്ട്. പക്ഷെ അവിടെ അവസാനിക്കരുത്. അവിടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് ഈ കൂട്ടായ്മ നമ്മളിൽ അനുഭവിക്കണം, ത്രിത്വവുമായുള്ള കൂട്ടായ്മ. നമുക്കിനി ലേഖന ഭാഗത്തേക്ക് വരാം. കൊളോസോസ് ലേഖനം. അവിടെ 1-2 കാര്യങ്ങൾ, അമ്മ ത്രേസ്യ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്, അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനം പോലെ. പക്ഷെ ചിലത് നമുക്ക് ഇന്നത്തെ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ ആവശ്യമുള്ളൊരു കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഈ വായിച്ചു വന്ന വ്യാഖ്യാനത്തിൻ്റെ ബാക്കിയിലേക്ക് പോകാം. ഇന്ന് ഒത്തിരി പേര്, എനിക്കറിയാം, സ്പിരിച്വൽ ഫീൽഡിൽ ഒത്തിരി പേടിച്ച് ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ അങ്ങോട്ട് നോക്കാൻ പാടുണ്ടോ, ഇങ്ങോട്ട് നോക്കാൻ പാടുണ്ടോ, അവരോട് മിണ്ടാൻ പാടുണ്ടോ, ഇവരോട് മിണ്ടാൻ പാടുണ്ടോ എന്നൊക്കെ. അതൊരു ആരും ബയസ്ഡ് ഒന്നുമല്ല, വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരു ഭയം. ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, ദേ ആർ ഡ്രിവൻ ബൈ ഫിയർ. ഈ ഭയമാണ് അവരെ നയിക്കുന്ന ഫാക്ടർ. അതിനെക്കുറിച്ച് ഈ കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു കാര്യം ഞാൻ 2 വാക്യം വായിച്ചു തരാം. അത് മതി. അതിനകത്ത് പൗലോസ് ശ്ലീഹ ഒരു നല്ല മെത്രാനെ പോലെ, ഒരു നല്ല വികാരിയച്ഛനെ പോലെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 21 വാക്യം തൊട്ട് വായിച്ചു വേണമെങ്കിൽ, സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ്
ഈ നിബന്ധനകൾ ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. അടുത്തത്, തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. ഇത്രയും പറഞ്ഞു പശ്ചാത്തലം ഒരുക്കിയിട്ട് പൗലോസ് തന്നെ പറയുകയാണ്, മിശിഹായോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ പരതാതെന്ന്. നിങ്ങൾ മിശിഹായോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ്. എപ്പോൾ? മാമോദീസായിൽ കർത്താവിൻ്റെ മരണോത്ഥാനങ്ങളിൽ പങ്കുപറ്റിയവരാണ് നമ്മൾ. മിശിഹായോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവർ ഭൂമിയിൽ കിടന്ന് പരതിക്കൊണ്ടിരിക്കരുത്, ഇവിടെ ഉടക്കി വീഴരുത് നമ്മൾ. മറിച്ച് പറയുന്നത്, മിശിഹ വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. 3-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, മിശിഹ വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ പറ്റി അന്വേഷിക്കുവിൻ. 3-ാമത്തെ വാക്യം, എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു, നിങ്ങളുടെ ജീവൻ മിശിഹായോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഉന്നതത്തിലുള്ളവയെക്കുറിച്ച് അന്വേഷിക്കുക. അത് തന്നെയാണ് അമ്മ ത്രേസ്യായി നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ മറ്റൊരു സ്ഥലത്ത് പറയുന്നില്ലേ, ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി ക്രിസ്ത്യാനികൾ മാറിപ്പോയാൽ ഇതിൽ പരം മണ്ടന്മാർ വേറെയില്ല. അതുകൊണ്ട് ഉന്നതത്തിലുള്ളവയെ തേടുവാൻ, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് വിചാരമുള്ളവരാകുവാൻ നമുക്ക് കഴിയട്ടെ. ആചാരാനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനാവിധികൾ, കർമ്മവിധികളൊക്കെ നമുക്ക് വേണം തീർച്ചയായിട്ടും. പക്ഷേ അതിൽ ഉടക്കി തീരരുത്. അതായിരിക്കരുത് അതിൻ്റെ അവസാനം. അതിൻ്റെ അങ്ങേയറ്റത്ത് വളർന്ന് കർത്താവുമായുള്ള കൂട്ടായ്മയിൽ ലയിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, വലിയ വിശുദ്ധയായ അവിലായിലെ അമ്മ ത്രേസ്യായെ ഞങ്ങൾക്ക് നൽകിയ നിൻ്റെ കാരുണ്യത്തിന് സ്തുതി. അമ്മ ത്രേസ്യായെ പോലെ നിന്നോടുള്ള കൂട്ടായ്മയിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.